ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി 1583 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു. കായംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ C. സുനിൽകുമാർ പ്രചരണ ദിനം ഉദ്ഘാടനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഭരണിക്കാവ് പള്ളിക്കൽ നടുവിലെ മുറി 1583 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ പ്രചരണ ദിനം ആചരിച്ചു. ലഹരിവിരുദ്ധ പ്രചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. കരയോഗം പ്രസിഡന്റ് K. രഘുകുമാർ അധ്യക്ഷത വഹിച്ചു. കായംകുളം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ C. സുനിൽകുമാർ പ്രചരണ ദിനം ഉദ്ഘാടനം ചെയ്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. കരയോഗം സെക്രട്ടറി R. സോമശേഖരൻ ഉണ്ണിത്താൻ, R. മുരളി മനോഹർ, ജയപ്രകാശ് ഉണ്ണിത്താൻ, ഷീല സുനിൽ, ശ്രീകുമാരി, G. ബിനുലാൽ എന്നിവർ സംസാരിച്ചു. അതുപോലെ തന്നെ വീട് നിൽക്കുന്ന സ്ഥലം വളരെ മോശപ്പെട്ട സാഹചര്യമാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യം വളർന്നു കുട്ടികൾ, പഠിക്കുന്ന സ്കൂൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ആ നാട് പ്രശ്നമുള്ളതാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ, ഇതുപോലെയുള്ള കുട്ടികളൊക്കെയാണ് ലഹരി വസ്തുക്കളുടെ ലോകത്തേക്ക് പെട്ടെന്ന് വീണു. അപ്പോൾ ഒരു കുട്ടി ജനിക്കുന്ന പ്രായം മുതൽ അവൻ ഏതാണ്ട് 20 വയസ്സ് 21 വയസ്സാകുന്ന സമയം വരെയും അച്ഛനമ്മമാരുടെ പ്രത്യേകമായ ശ്രദ്ധ ഉണ്ടായിരിക്കും. ഈ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഓരോ കുട്ടിയുടെയും ആൺകുട്ടിയാകട്ടെ പെൺകുട്ടികളാകട്ടെ അതിന്റെ അച്ഛനമ്മമാര് അവർക്ക് വേണ്ടി ജീവിതത്തിൽ മാറ്റി വെക്കാനുള്ള ഒരു 6 വർഷക്കാലം, ഏതാണ് ആ 6 വർഷക്കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ 13 വയസ്സ് മുതൽ 19 വയസ്സ് 20 വയസ്സ് വരെയുള്ള പ്രായത്തിൽ അച്ഛനമ്മമാര് കൂടെ നിൽക്കണം. എങ്കിലേ ആ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുക്കാം. ഈ പ്രായത്തിലുള്ള ഒരു കുട്ടി നന്നായി നശിക്കുന്നത് അതുപോലെ തന്നെ 17ാമത്തെ വയസ്സിൽ ഏത് പരീക്ഷ പാസ്സാകും? +2 പാസ്സാകും. അതിനുശേഷമുള്ള തുടർ പഠനത്തിനുള്ള യോഗ്യതയും ഏത് പ്രായത്തിലാണ് പാസ്സാകുന്നത്? ഈ പറഞ്ഞ 13 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായം. അപ്പൊ ഈ 19-20 വയസ്സെന്ന് പറയുന്ന ഒരു കടത്തിൽ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയും നശിച്ചു പോകത്തില്ല. ഈ പ്രായത്തിൽ അവൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചില്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നില്ല. ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ 18 വയസ്സിന് മുൻപ് ഒരു കാരണവശാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഇടവരരുത്. CD ന്യൂസ് കായംകുളം.